മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് സൈബർ പോലീസ്. സമൂഹ മാധ്യമങ്ങളിലടക്കം പാട്ട് നീക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. നിയമ നടപടിയുമായി മുന്നോട്ടെന്നാണ് അണിയറ പ്രവർത്തകരും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ പാരഡി പാട്ട് കേസിലാണ് പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ സൈബർ പോലീസ് ഒരുങ്ങുന്നത്. ഏറെ വിവാദമായ ഒരു പാരഡി പാട്ട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സജീവമായി സോഷ്യൽ മീഡിയകളിലടക്കം എല്ലാവരും പങ്കുവച്ച ഒരു പാട്ട് തന്നെയായിരുന്നു പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം. അതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ഒരു പോരിലേക്ക് തന്നെ, ഒരു വാക്പോരിലേക്ക് തന്നെ കടക്കുന്ന സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പാട്ട് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM അടക്കം പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈബർ പോലീസ് ആണെങ്കിൽ മെറ്റയ്ക്കും യൂട്യൂബിനും അടക്കം ഈ പാട്ടുകൾ എല്ലാ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ച സാഹചര്യം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു പാട്ടിന്റെ പേരിൽ കോൺഗ്രസ് അതുപോലെ തന്നെ CPM പ്രവർത്തകർ തമ്മിലുള്ള വാക്പോര്, അതുപോലെ തന്നെ ഇന്നലെ VD സതീശൻ അടക്കം പറഞ്ഞിരുന്നു എത്രത്തോളം താഴ്ന്ന രീതിയിലേക്കാണ് CPM പോകുന്നത്. ഒരു പാട്ടിന്റെ പേരിൽ ഇത്ര അധികം പോരടിക്കേണ്ട ആവശ്യം എന്താണ് എന്ന കാര്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ അതിൽ പാരഡി പരാതി കേസിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് സൈബർ പോലീസ്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ഈ പാട്ട് നീക്കണമെന്നാണ് ആവശ്യം. അതുകൂടാതെ തന്നെ അണിയറ പ്രവർത്തകരും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ഇന്നലെ ഈ തീരുമാനം ഉണ്ടായിരുന്നു. പന്തളം ഏരിയ കമ്മിറ്റി അംഗവും പന്തള രാജകുടുംബാംഗവുമായ പ്രദീപ് വർമ്മയാണ് ഇത്തരത്തിൽ പരാതി നൽകുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ UDF-ന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു പാരഡി ഗാനം പുറത്തിറക്കിയത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും പരാതികളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മതവികാരം വ്രണപ്പെടുത്തി എന്നതടക്കമുള്ള പരാതികൾ ഉന്നയിച്ചായിരുന്നു ഇത്തരത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇത് കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് പോലീസ് കരുതലോടെ നീങ്ങുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു പാരഡി ഗാനം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്നത്. ഒരുപാട് പേരിലേക്ക് ഇത് എത്തുന്നു, ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് തന്നെ ഈ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് കടക്കാൻ ഇടയാക്കിയ സാഹചര്യം. ഇതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. പരാതിക്കാരന്റെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം.